ഹായ് ഫ്രണ്ട്സ്, ലക്ഷ്മി കുട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടുന്ന് നല്ല മഴയാണ് കേട്ടോ. അവിടെയൊക്കെ മഴയുണ്ടോ? ഡാ തക്കുടു, അവളൊന്ന് ഉറങ്ങിക്കോട്ടടാ, ശല്യം ചെയ്യാതെ. ഡാ നീ ചെവി പൊട്ടനാ. നമ്മളിന്നൊരു ക്യാരറ്റ് സോപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണേ. നോക്കിക്കേ, അടിപൊളിയല്ലേ. 50 ഗ്രാമിൻ്റെ 2 സോപ്പാണ് കേട്ടോ ഉണ്ടാക്കിയേ. കണ്ടോ? കടിച്ച് തിന്നാൻ തോന്നുമല്ലേ? അതിൻ്റെ കളർ കണ്ടോ? ഈ സോപ്പ് തേച്ച് കുളിച്ചാൽ നമ്മുടെ സ്കിന്ന് വെളുത്ത് മിനുസമുള്ളതായി മാറും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതൊക്കെ കൊണ്ടാണ് കേട്ടോ ഞാൻ സോപ്പ് ഉണ്ടാക്കണേ. റോസ് വാട്ടർ, പിന്നെ മന്ദാരത്തിൻ്റെ എസൻഷ്യൽ ഓയിൽ, ഗ്ലിസറിൻ, വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള്, ക്യാരറ്റ്, സോപ്പ് ബേസ്. ഡബിൾ ബോയിലിങ്ങിലൂടെ സോപ്പ് ബേസ് ഒന്ന് മെൽറ്റാക്കി എടുക്കട്ടെ. സോപ്പ് ബേസ് മെൽറ്റാകുമ്പോഴേക്കും ക്യാരറ്റിൻ്റെ ജ്യൂസ് ഒന്ന് എടുത്തിട്ട് വരട്ടെ. ഒരു ക്യാരറ്റ് കൊണ്ട് 50 ഗ്രാമിൻ്റെ 2 സോപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഇത്രയും കിട്ടിയിട്ടോ ക്യാരറ്റിൻ്റെ ജ്യൂസ് ഒരു 30 മില്ലിഗ്രാം വരും. ഇനി ഇതിലേക്ക് ഗ്ലിസറിൻ ഒരു 1/2 സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് റോസ് വാട്ടർ, അതൊരു 1/2 സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മന്ദാരത്തിൻ്റെ എസൻഷ്യൽ ഓയിൽ, അതൊരു 1/2 സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ മതി കേട്ടോ, സോപ്പിന് നല്ല സ്മെല്ലായിരുന്നു. അടുത്തതായിട്ട് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള്, അതൊരെണ്ണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സോപ്പ് ബേസ് മെൽറ്റായിട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കിയ കൂട്ടൊഴിച്ചു കൊടുക്കാം. നല്ല സോപ്പ് ബേസ് നോക്കി വാങ്ങണേ. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടെ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയേ, അല്ലെങ്കിൽ പത വരും. നല്ല കളറല്ലേ. ഇനി നല്ല ചൂടോടുകൂടി തന്നെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ മോൾഡിലാണ് കേട്ടോ ഉണ്ടാക്കണേ. ഇത്രയും മതി, 50 ഗ്രാം അല്ലേ. അപ്പോൾ ഇത്ര ഒഴിച്ചാൽ മതി. ചെറുതായിട്ട് പതയുണ്ട് കേട്ടോ. ഞാനതൊന്ന് പതുക്കെ മാറ്റട്ടെ. നമ്മൾ കൂടുതലായിട്ടൊന്നും ഇളക്കിയില്ലല്ലോ, അതുകൊണ്ടാണ് കുറച്ച് പത വന്നത്. പെട്ടെന്ന് പത മാറ്റണേ, അല്ലെങ്കിൽ സെറ്റായി പോവും. ഇനി ഇതിലും ഉണ്ട് കേട്ടോ കുറച്ച്. സോപ്പിൻ്റെ ഈ പത മാറ്റിയില്ലെങ്കിലേ സോപ്പിൻ്റെ ബാക്ക് സൈഡ് കാണാൻ ഭംഗിയുണ്ടാവില്ല. അതുകൊണ്ടാണ് മാറ്റണം. മതി. ഇനി ഇതൊന്ന് സെറ്റാകട്ടെ. ഒരു 1.5 മണിക്കൂർ കൊണ്ട് സെറ്റാവും. ഇവിടെ ഇപ്പോഴും നല്ല മഴയാട്ടോ. രാവിലെ തുടങ്ങിയ മഴയാണ്. പെയ്യട്ടല്ലേ, എന്തൊരു ചൂടായിരുന്നു. രാമു എന്നാ
രാമുവിന് മഴയൊന്നും ഒരു പ്രശ്നമല്ല, വിശപ്പിൻ്റെ വിളി അല്ലേ. നല്ല തണുപ്പ്. ഒരു ചായ ഇടട്ടെ. ഇന്നൊരു സ്പെഷ്യൽ ചായയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണേ. ഈ പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു കറുകാപ്പട്ട, ഏലക്കായ, 1 ഗ്രാമ്പു, ചതച്ച് വെച്ച ഇഞ്ചി എന്നിവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിൻ്റെ ഗുണങ്ങളൊക്കെ ആ വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങട്ടെ. മതി. അടുത്തായിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് ചായയാണ് കേട്ടോ ഉണ്ടാക്കണേ. 1 കപ്പ് വെള്ളവും 1 കപ്പ് പാലും. പാലൊന്ന് അളന്നെടുക്കട്ടെ. ഇനി ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ചായ തിളച്ച് വരുമ്പോൾ ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കുറച്ചു നേരം ചെറിയ തീയിലൊന്ന് തിളച്ച് വരട്ടെ. എങ്കിലേ ചേരുവകളുടെ ഗുണങ്ങളെല്ലാം ആ ചായയിൽ ഇറങ്ങിക്കിട്ടുള്ളൂ. മതി. ഇനി എടുക്കാം. അങ്ങനെ മസാല ചായ തയ്യാർ. എങ്ങനെയുണ്ട് മനോജേട്ടാ? അടിപൊളിയല്ലേ ചായ? ഗ്ലാസ് സോപ്പ് സെറ്റായിട്ടോ. നമുക്ക് നോക്കാം. ക്യാരറ്റ് സോപ്പ് അടിപൊളിയാണ് കേട്ടോ. സ്കിന്നിന് വെളുത്തു പാറാൻ അടിപൊളിയാ. നന്നായിട്ട് സെറ്റായിട്ടോ. കണ്ടോ? അടിപൊളി. ഇനി മറ്റേതൂടെ നോക്കാം. സൂപ്പർ സൂപ്പർ. നല്ല കട്ടിയുണ്ട് കേട്ടോ. കണ്ടോ? അടിപൊളിയല്ലേ? നല്ല കളറല്ലേ? എല്ലാവരും ഇങ്ങനെ ഒരു സോപ്പ് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ. സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞത് കവർ ചെയ്യണേ, അല്ലെങ്കിലേ അതിൻ്റെ സ്മെല്ല് നഷ്ടം. ബാക്ക് സൈഡ് കണ്ടോ? നല്ല ക്ലിയർ അല്ലേ? നമ്മൾ മുകളിലുള്ള പതയൊക്കെ മാറ്റിയില്ലേ, അതുകൊണ്ടാണ്. എല്ലാവരും ഈ സോപ്പൊന്ന് ഉണ്ടാക്കി നോക്കണേ.
നമ്മളുണ്ടാക്കിയ സോപ്പ് കൊണ്ട് വീട്ടിലെല്ലാവരും കുളിക്കുക, അതൊക്കെ ഒരു സന്തോഷമല്ലേ? വെറുതെ എന്തിനാ നിലവാരം കുറഞ്ഞ സോപ്പുകൾ നല്ല വില കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങണേ? ഇങ്ങനെ ആവുമ്പോൾ നല്ല സോപ്പ് തേച്ച് കുളിക്കാമല്ലോ. ക്യാരറ്റിൻ്റെ ഗുണത്തെപ്പറ്റി ഞാൻ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ക്യാരറ്റ് ജ്യൂസ്. കുറച്ച് കൂടുതലായിട്ട് സോപ്പ് ഉണ്ടാക്കിയാൽ നമുക്ക് ബന്ധുക്കളുടെ വീടുകളിലേക്കൊക്കെ കൊടുക്കാമല്ലോ. അവർക്കിഷ്ടപ്പെടും, അവർ ചോദിച്ച് വാങ്ങുകയും ചെയ്യും. ഇതൊരു നല്ല വരുമാന മാർഗമാണ് കേട്ടോ. വീട്ടിലിരുന്ന് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. 2-3 സാധനങ്ങൾ വാങ്ങേണ്ടി വരും. അത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാമല്ലോ. ഒരിക്കൽ വാങ്ങിയാൽ അത് കുറേ നാളത്തേക്ക് കാണും. ഗ്ലിസറിൻ ചേർത്ത നല്ല സോപ്പ് ബേസ് നോക്കി വാങ്ങണേ. പിന്നെ നമുക്ക് ഏത് തരം എസൻഷ്യൽ ഓയിൽ വേണമെങ്കിലും ഫ്ലിപ്കാർട്ടിൽ ലഭിക്കും. പിന്നെ ഗ്ലിസറിൻ, റോസ് വാട്ടർ, അങ്ങനെ സോപ്പ് ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും, മോൾഡ് എല്ലാം ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടും കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് ഏത് തരം സ്കിന്നാണ് അതൊക്കെ നോക്കി അതനുസരിച്ചുള്ള സോപ്പ് തേച്ച് കുളിച്ചാൽ മതിയല്ലോ. ക്യാരറ്റിൻ്റെ സോപ്പ് ഏതു തരം സ്കിന്നുകാർക്കും ഉപയോഗിക്കാം കേട്ടോ. അടിപൊളിയല്ലേ, നോക്കിക്കേ. ശരി, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. നമ്മുടെ പൂച്ചക്കുട്ടികൾ മിടുക്കന്മാരായി കേട്ടോ. ഇത് തക്കുടു, ഇത് നമ്മുടെ തങ്കു. അയ്യോടാ, ഇത് ചക്കി. എങ്ങനെയുണ്ട് പേരുകൾ? നന്നായിട്ടില്ലേ? പാലുകുടി കഴിഞ്ഞ കളി, പിന്നെ ഉറക്കം. തക്കുടു ഡാ, കളിക്കുവാന്നോടാ? തക്കുടു, നീ എന്താടാ നോക്കിയിരിക്കണേ? പന്നിയോ? ആഹാ, പന്നി കണ്ടോ? ഒന്നിനും പേടിയില്ല, പട്ടാ പകലാ നിൽക്കുന്നത്. കണ്ടോ, അവിടെ എന്തോ തിന്നുവാന്ന് തോന്നുന്നു.